നമസ്കാരം. ജീവനും ജീവിതവും സംരക്ഷിക്കേണ്ട പോലീസ്, സാധാരണക്കാരൻ്റെ ജീവനും അവൻ്റെ ജീവിതവും ഒക്കെ സംരക്ഷിക്കേണ്ട പോലീസ് തന്നെ കൊലയാളിയായാലോ, നാട്ടുകാരെ തല്ലിക്കൊന്നാലോ, പ്രതിയായി പിടിച്ചുകൊണ്ടുപോയി ഉരുട്ടിക്കൊന്ന് അല്ലെങ്കിൽ ചവിട്ടിക്കൊന്ന് FIR തിരുത്തി, അതാണ് നിലവിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് CCTV ദൃശ്യങ്ങൾ പുറത്തു വരണം. മഹാകള്ളന്മാരായ കൊള്ളക്കാരായിട്ടുള്ള ആ യൂണിഫോം ഇട്ട ആ ഗുണ്ടകളുടെ കൃത്യങ്ങൾ പുറത്തു വരാൻ. സത്യത്തിൽ പോലീസ് സ്റ്റേഷനിലെയും അതുപോലെ മറ്റെവിടങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും പൊതുജനങ്ങൾക്ക് കിട്ടുന്ന വിധത്തിലായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഇവർ ഗുണ്ടകളായി പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ അത് കൊടുക്കാത്തത്? അവർ സുതാര്യമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തിനാ CCTV ദൃശ്യങ്ങൾ മറച്ചുവെക്കേണ്ട ആവശ്യം? കൊലപാതകത്തിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലപ്പുറം ജില്ലയിലെ താനൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അതിക്രൂരമായി കൊല്ലപ്പെട്ട താമർ ജഫ്രി എന്ന പച്ച മനുഷ്യന്റെ ജീവനറ്റ ശരീരത്തെ എങ്ങനെയാണ് നിയമപാലകർ കൈകാര്യം ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ മനസാക്ഷിയുള്ള ഒരു ജനതയ്ക്കും അത് നോക്കി വെറുതെ ഇരിക്കാൻ പറ്റൂല. പ്രതികരിച്ചു പോകും. യൂണിഫോം ഇട്ട കൊലയാളികൾ, ഗുണ്ടകൾ ഒരു മനുഷ്യന്റെ ജീവൻ തല്ലിക്കെടുത്തിയ ശേഷം തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള കള്ളക്കഥകൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീഴണം. ഈ താമർ ജഫ്രി പോലീസ് ജീപ്പിൽ കൊണ്ടുവന്ന് അവിടെ ഇറങ്ങി നേരായ വഴിയിലൂടെ ഫ്രണ്ട് ഡോറിലൂടെ അകത്തേക്ക് കയറ്റുന്നതിൻ്റെ സ്ഥാനത്ത് സ്റ്റേഷൻ്റെ പിന്നിലൂടെയാണ് കൊണ്ടുപോകുന്നത്. അത് ഞാനും നിങ്ങളുമൊക്കെ നടക്കുന്നത് പോലെ സാധാരണഗതിയിൽ നടന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ നടന്നു പോവുകയാണ്. അടുത്ത CCTV ദൃശ്യം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾക്ക് ശേഷം താമർ ജഫ്രിയെ പോലീസുകാർ എടുത്തുകൊണ്ട് പോരുകയാണ്. അതായത് ആള് മരണപ്പെട്ട് കഴിഞ്ഞു, സ്റ്റേഷനിൽ വെച്ച് തല്ലി കൊന്നു കഴിഞ്ഞു. കൊന്നതിന് ശേഷം ആ ബോഡി എടുത്തുകൊണ്ട് പോലീസ് വാഹനത്തിൽ കൊണ്ടുവന്ന് കിടത്തുന്നു. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ലേറ്റാവുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മരിച്ചു, പിന്നെന്തിനാ കൊണ്ടുപോയിട്ട് എന്താ കാര്യം എന്ന് അവർ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാട്ടിക്കൂട്ടുന്ന രീതികൾ അതിൻ്റെ പിന്നാലെ. പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ ഓരോന്നും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് മേൽ താനൂർ പോലീസും ഡാൻസ് ഓഫ് സംഘമൊക്കെ തീർത്തിട്ടുള്ള കറുത്ത പാടുകളെയാണ് വെളിച്ചത്ത് വലിച്ചിരുന്നത്. പൂർണ്ണ ആരോഗ്യത്തോടെ വന്ന ആ ചെറുപ്പക്കാരനെ പുലരുവോളം ചവിട്ടിക്കൂട്ടി പുലർച്ചെ കൊന്ന് താമർ ജഫ്രിയെ താനൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ചുമന്നുകൊണ്ടുവന്ന് പോലീസ് ജീപ്പിലേക്ക് വലിച്ചെറിയുന്ന ഒരു കാഴ്ച, വല്ലാത്തൊരു കാഴ്ചയാണത്. ശ്വാസം കിട്ടാതെ ജീവന് വേണ്ടി പിടഞ്ഞ ആ മനുഷ്യനെ ഒരു മിനിറ്റ് പോലും നേരത്തെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാതെ താനൂർ സ്റ്റേഷൻ വരാന്തയിൽ കിടത്തി കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു. വളരെ ഗുരുതരാവസ്ഥയിലായിട്ടുള്ള ആ മനുഷ്യൻ ഒന്നുകിൽ മരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഗുരുതരാവസ്ഥ. ആ അവസ്ഥയിൽ കിടക്കുന്ന ആ മനുഷ്യനെ ജീപ്പിൽ കയറ്റിയ ശേഷം പോലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ 5 മിനിറ്റിലധികം സമയം അവിടെ സ്റ്റേഷൻ മുറ്റത്ത് മനഃപൂർവ്വം വൈകിപ്പിച്ചു എന്ന സത്യം പുറത്തു വരുമ്പോൾ, CCTV ദൃശ്യങ്ങൾ അത് പുറത്തു വരുമ്പോൾ അത് വെറും ഒരു അനാസ്ഥയല്ല, മറിച്ച് ആ ജീവൻ എങ്ങനെയെങ്കിലും അവിടെ വെച്ച് തന്നെ തീർന്നു പോകണം എന്ന കൊടും ക്രൂരമായ ഗൂഢാലോചനയാണ് എന്ന് വ്യക്തമാണ്. കാരണം മരിക്കുമെന്ന് ഉറപ്പാണ്. ഇനി മരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പോലീസുകാർക്കെതിരെ മൊഴി കൊടുത്താലോ? മനസ്സിലായില്ലേ? പണി പാളൂലേ? അപ്പോൾ ആ പോലീസുകാർ ഈ ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന ശേഷം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി മരണാസനായി കിടന്ന അയാളെ കൊല ഉറപ്പുവരുത്തി. അത് തന്നെയാണ് അവിടെ ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ ഓരോ ശ്വാസത്തിൻ്റെയും ജീവൻ്റെ വിലയുള്ള നിർണായക നിമിഷങ്ങളിലാണ് പോലീസുകാർ എന്ന് പറയുന്ന ഗുണ്ടകൾ സമയം പാഴാക്കിക്കൊണ്ട് ഈ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് മനസ്സിലാക്കണം. ഇവിടെയാണ് താനൂർ പോലീസിൻ്റെ കള്ളക്കഥകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത്. പുലർച്ചെ താനൂരിലെ ദേവദാർ പാലത്തിന് താഴെ വെച്ചിട്ടാണ് താമർ ജഫ്രിയെ കസ്റ്റഡിയിലെടുത്തത് എന്ന് പറഞ്ഞ് പോലീസ് ഉണ്ടാക്കിയ FIR-ഉം മഹസറും പച്ചക്കള്ളമായിരുന്നു എന്നാണ് ഈ CCTV ദൃശ്യങ്ങൾ അടിവരയിടുന്നത്. കാരണം താമർ ജഫ്രിയെ കൊണ്ടുവരുന്ന സമയം CCTV ദൃശ്യത്തിലുണ്ടല്ലോ. തൊട്ട് മുമ്പത്തെ ദിവസം വൈകുന്നേരം ചേളാരിയിലെ ലോഡ്ജിൽ നിന്നാണ് അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡ് താമർ ജഫ്രി ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് തലേ ദിവസവും കസ്റ്റഡിയിലെടുത്തേക്കണ്. തുടർന്ന് താനൂർ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള പോലീസ് ക്വാർട്ടേഴ്സിലെ രഹസ്യ താവളത്തിലേക്ക് കൊണ്ടുപോയി മൃഗീയമായി തല്ലിച്ചതച്ചു, മൃഗീയമായി കൊന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡാൻസ് ഓഫ് സംഘം പിടിച്ചുകൊണ്ട് പോകുന്ന പ്രതികൾ എല്ലാവരും പ്രതികളാണെന്ന് വിശ്വസിക്കാൻ പറ്റൂല. നമുക്കറിയാം, അബൂബക്കർ എന്ന് പറയുന്നുണ്ട്, ഒരു മലപ്പുറം സ്വദേശിയായിട്ടുള്ള വേങ്ങര സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. അയാളുടെ ക്വാറിയുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ പാഴ്സ് വാങ്ങാനായിട്ട് പോയി വരികയാണ്. തിരികെ വരുന്ന വഴിക്ക് അയാളെ വഴിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് പിന്നെ തിരൂരേക്ക് കൊണ്ടുവന്ന് ഇതിനിടയിൽ പലയിടങ്ങളും നിർത്തി. തിരൂർ കൊണ്ടുവന്ന് തിരൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു എന്ന മട്ടിൽ രജിസ്റ്റർ ചെയ്ത് തെളിവുകൾ ഉണ്ടാക്കി അയാളെ ഇന്ന് കുറ്റവാളിയാക്കി ജയിലിൽ അടച്ചേക്കാണ്. കാരണം ആ വിധത്തിലാണ് തെളിവുണ്ടാക്കി കൊടുക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് പറയൂ? അതായത് ഡാൻസ് ഓഫ് സംഘങ്ങൾ പിടിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുന്ന മുഴുവൻ ആൾക്കാരും പ്രതികളാണ് എന്ന് നമ്മൾ കരുതരുത്. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ ലഹരി എന്ന് പറയുന്നത് തൂത്തെറിയേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ ആവശ്യമില്ലാത്തതാണ്. ജനങ്ങളെ, സാധാരണക്കാരെ, കുട്ടികളെ ഒക്കെ ജീവിതം, ഈ നാടിനെ തന്നെ നശിപ്പിക്കുന്നതാണ്. ശരി,
പക്ഷെ അതിൻ്റെ മറവിൽ ഈ കച്ചവട സംഘങ്ങൾക്ക് കൂട്ടായി നിൽക്കുന്ന പോലീസുകാരോ അല്ലെങ്കിൽ അവരുമായി ബന്ധങ്ങളുള്ള പോലീസുകാരോ ചില നിരപരാധികളെ ഒക്കെ കള്ളക്കേസിൽ കുടുക്കി തല്ലിക്കൊല്ലുന്നുണ്ട്. ഈ താമിർ ജഫ്രീൻ്റെ കേസ് ഏത് കേസാണെന്ന് ആര് കണ്ടു? അല്ലെങ്കിൽ അയാൾ എന്തിനാണ് മണിക്കൂറുകൾ കൊണ്ട് തല്ലിക്കൊന്നു കളഞ്ഞത്? മനുഷ്യ ശരീരത്തിൽ താങ്ങാൻ കഴിയാത്ത വിധം രാത്രി മുഴുവൻ നീണ്ട അതിക്രൂരമർദ്ദനമാണ് അവിടെ അരങ്ങേറിയത്. അല്ലെങ്കിൽ വൈകുന്നേരം കൊണ്ടുവന്ന ആൾ രാവിലെ ആരും മരിച്ചു പോവോ? പുലർച്ചെ മരിച്ചു പോവോ? അടിയേറ്റ് എല്ലുകൾ നുറുങ്ങിപ്പോയി. ആന്തരിക അവയവങ്ങൾ തകർന്ന അവശനായ ഒരു മനുഷ്യനെയാണ് പുലർച്ചെ 1:30 അന്നത്തെ താനൂർ SI കൃഷ്ണലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് ഡാൻസ് ഓഫ് സേന കൈമാറുന്നതും താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതും. താനൂർ സ്റ്റേഷനിൽ എത്തിച്ച ശേഷവും ആ ക്രൂരത അവസാനിച്ചില്ല. ജീവൻ നിലനിർത്താൻ കഴിയാതെ താമിർ ജഫ്രി കുഴഞ്ഞു വീണപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ കരഞ്ഞ് ബഹളം വെച്ചിട്ടും അയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ കാക്കിക്കുള്ളിലെ ആ കൊലയാളികൾ തയ്യാറായില്ല എന്ന് മനസ്സിലാക്കണം. ഒടുവിൽ പുലർച്ചെ 4 മണിക്ക് ശേഷമാണ് ചലനമറ്റ ആ ശരീരം എടുത്തു പൊക്കി ജീപ്പിലിടുന്നത്. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിന് നിയമപരമായിട്ടുള്ള ശിക്ഷ നൽകാനാണ് ഇവിടെ കോടതികളും നിയമങ്ങളും ഉള്ളത്. അല്ലാതെ ചോദ്യം ചെയ്യലിൻ്റെ പേരിൽ, ലഹരി വേട്ടയുടെ പേരിൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സുകളിലെ രഹസ്യ അറകളിലിട്ട് തല്ലിക്കൊല്ലാൻ വേണ്ടി SP സുജിത് ദാസിന്റെ ഡാൻസ് ഓഫ് സംഘത്തിനോ അല്ലെങ്കിൽ താനൂർ SI കൃഷ്ണലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസിനോ ആരാണ് അധികാരം കൊടുത്തത്? കസ്റ്റഡിയിലെടുക്കുന്ന ഏതൊരു പൗരന്റെയും ജീവൻ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട താനൂർ പോലീസുകാർ തന്നെ കൊലയാളികളായി മാറുമ്പോൾ സാധാരണക്കാർ ആരോടാണ് നീതി ചോദിക്കേണ്ടത്? ഏത് പടിയാണ് നീതിക്ക് വേണ്ടിയിട്ട് കയറിയിറങ്ങേണ്ടത്? ഈ ക്രൂരതയുടെ പാപഭാരം താമിർ ജഫ്രിയെ തല്ലിച്ചതച്ച പോലീസുകാർക്ക് മാത്രമല്ല, ഇത് ഒത്താശ ചെയ്തു കൊടുത്ത ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് കൂടിയുള്ളതാണ്. ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ താമിർ ജഫ്രിയെ കുരുതി കൊടുത്തതെന്ന് പറയണം. ഡാൻസ് ഓഫ് എന്ന പേരിൽ ഗുണ്ടാ സംഘങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന സ്ക്വാഡുകളെ കയറൂരി വിടുന്ന ഭരണകൂടം ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. അത് പിണറായി വിജയനാണോ VD സതീശനാണോ എന്നുള്ളതിന് അതിന് വ്യത്യാസമൊന്നുമില്ല. അതിന് അപ്പുറത്ത് രമേശ് ചെന്നിത്തലയാണോ എന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിന് ഉത്തരവാദിത്വമുണ്ട്, അത് പറഞ്ഞേ പറ്റുള്ളൂ. മനുഷ്യനെ തല്ലിക്കൊന്ന ശേഷം കള്ളക്കേസുകൾ മെനഞ്ഞ് വ്യാജ മാസറുകൾ ഉണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ള താനൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ അവർ ഇനിയും ഈ സമൂഹത്തിലെ നിയമപാലകരായിട്ട് വിലസുന്നത് ഈ നാടിന് അപമാനമാണ്. തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പച്ചയ്ക്ക് തല്ലിക്കൊന്നതിൻ്റെ നീതി തേടി തെരുവിലലയുന്ന ഒരു കുടുംബത്തിൻ്റെ കണ്ണീരിന് ആരാ സമാധാനം പറയാ? ഇത് വെറും ഒരു കസ്റ്റഡി മരണമല്ല, ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ നടന്ന പച്ചയായ കസ്റ്റഡി കൊലപാതകമാണ്. താനൂർ പോലീസ് സ്റ്റേഷനിലും പോലീസ് ക്വാർട്ടേഴ്സിലും നടന്ന ഈ കാടൻ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള സാധാരണ പോലീസുകാർ മുതൽ SI കൃഷ്ണലാലും അന്നത്തെ SP സുജിത് ദാസും അടക്കമുള്ള മുഴുവൻ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. വെറുതെയല്ല PV അൻവർ ഈ സുജിത് ദാസിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോരോ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൊലക്കുറ്റം ചുമത്തി അവരെ ജയിലിലടക്കണം. പോലീസിന്റെ യൂണിഫോം ഇട്ടതുകൊണ്ട് മാത്രം ഒരു കൊലപാതക നിയമത്തിന് മുന്നിൽ അതിനായി പോകരുത്. പോലീസിന്റെ കുപ്പായം ഇട്ടതുകൊണ്ട് മാത്രം അവൻ പോലീസ് ആകുകയുമില്ല, പോലീസിന്റെ സ്വഭാവം കാണിക്കാൻ കൂടെ വേണം. ഭരണകൂട ഭീകരതയുടെ ഈ കാടൻ നീതികൾക്കെതിരെ ജനാധിപത്യ സമൂഹം അതിശക്തമായിട്ട് പ്രതികരിച്ചേ മതിയാവുള്ളൂ. ഇനിയും ഇതുപോലെ താമിർ ജഫ്രിമാർ അല്ലെങ്കിൽ നിരപരാധികളെ ചെറുപ്പക്കാർ അത് താനൂർ മാത്രമല്ല മറ്റ് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പുകളിലോ അല്ലെങ്കിൽ അവരുടെ ക്വാർട്ടേഴ്സുകളിലോ ശ്വാസം മുട്ടി മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നീതികേടിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ജനകീയമായ പ്രതിരോധം ഉയർന്നു വരിക തന്നെ വേണം. അതെങ്ങനെ? എല്ലാ ദുരന്തങ്ങളും എല്ലാ പ്രശ്നങ്ങളും അവനവൻ്റെ വീട്ടുപടിക്കൽ കയറിയാൽ മാത്രമേ നമ്മൾ ഉണരൂ എന്നാണ്. അല്ലെങ്കിൽ അതിനപ്പുറം ചില പച്ച വർഗീയതകൾ കണ്ട് അല്ലെങ്കിൽ അവൻ്റെ ജാതിയുടെയും അവൻ്റെ പേരിൻ്റെയും ഒക്കെ നിറവും മണവും എല്ലാം നോക്കി അങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കും. Different angles. Don't forget to subscribe and support this channel.